കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടൺ അമർത്തുക. ഏഷ്യ ലൈവ് ടിവിയിലെ ഫെങ്ഷു പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. ചില വീട്ടിൽ നമ്മൾ കൺസൾട്ടിങ്ങിന് ചെന്ന് കഴിഞ്ഞാൽ അവിടെ നിൽക്കാൻ പറ്റത്തില്ല. ഭയങ്കര ഒരു നെഗറ്റീവ് എനർജി ആയിരിക്കും. എങ്ങനെയെങ്കിലും നമുക്ക് ഇവിടെ നിന്ന് പോയാൽ മതി, അല്ലെങ്കിൽ എത്രയും പെട്ടെന്ന് കൺസൾട്ടിങ് കഴിഞ്ഞ് ഇറങ്ങിയാൽ മതി എന്നുള്ള രീതിയായിരിക്കും. അത് അവിടുത്തെ ഒരു നെഗറ്റീവ് എനർജിയാണ് അതിന് കാരണം. അപ്പോൾ ഇത്തരത്തിലുള്ള നെഗറ്റീവ് എനർജിയുള്ള വീടുകൾ സാമ്പത്തികമായിട്ടായാലും തൊഴിൽപരമായിട്ടായാലും ഒത്തിരി പരാജയങ്ങൾ ഏറ്റുവാങ്ങിക്കുന്ന ഒരു വീടായിരിക്കും. അപ്പോൾ ഈ ഇത്തരത്തിലുള്ള വീടുകൾ നമുക്ക് എങ്ങനെ പോസിറ്റീവായിട്ട് മുന്നോട്ട് കൊണ്ടുപോകണം, അല്ലെങ്കിൽ എങ്ങനെ കൊണ്ടുപോകാം എന്നുള്ളതാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ആദ്യം നമ്മളുടെ വീടും പരിസരവും വൃത്തിയാക്കണം. അതിനുശേഷം ഈ 5 എലമെൻറ്റ് തിയറി അനുസരിച്ചിട്ട് വീടും ഇതിൻ്റെ ചുറ്റുപാടും വീടുകളും ഒക്കെ ഒന്ന് കറക്റ്റ് ചെയ്യണം. അതെങ്ങനെ ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യം വീട്ടിനകത്ത് വീടിൻ്റെ ജനലുകളും വാതിലുകളും എല്ലാം തുറന്നിട്ടിട്ട് വീട്ടിനകത്തുള്ള മാറാലകളെല്ലാം അടിച്ചു തൂത്ത് വൃത്തിയാക്കിയിട്ട് വീട്ടിനകത്ത് കഴിഞ്ഞ 6 മാസമായിട്ട് നമ്മൾ ഉപയോഗിക്കാത്തതും ഇനി നമുക്ക് ആവശ്യമില്ലാത്തതുമായിട്ടുള്ള എന്തൊക്കെ സാധനങ്ങളുണ്ടോ ഇതെല്ലാം വാരി പുറത്ത് കളഞ്ഞതിന് ശേഷം വീട് അടിച്ച് വൃത്തിയാക്കിയതിന് ശേഷം തറയിൽ കല്ലുപ്പിട്ടുള്ള വെള്ളത്തിൽ തറ കംപ്ലീറ്റ് ഒന്ന് തുടച്ചെടുക്കുക. ജനലും വാതിലും എല്ലാം തുറന്നിടണം. തറ കംപ്ലീറ്റ് ഒന്ന് തുടച്ചെടുക്കണം. വീടിൻ്റെ പ്രധാന വാതിൽ നനഞ്ഞ തുണി വെച്ച് കട്ടളയും ഡോറും നല്ലതുപോലെ തുടച്ച് വൃത്തിയാക്കിയതിന് ശേഷം കുന്തിരിക്കം, ഗ്രാമ്പു, കല്ലുപ്പ് ഇത് 3 കൂടെ പൊടിച്ച് വീട് മൊത്തം ഒന്ന് പോയിക്കുമ്പം പ്രധാന വാതിലിൽ നിന്ന് കയറണം. പ്രധാന വാതിലിൽ നിന്ന് അകത്തോട്ട് കയറി ഇടതുവശത്തോട്ട് കയറി വീണ്ടും ഇടതുവശം, അങ്ങനെ ഓരോ റൂമുകളും കറങ്ങി അവസാനം പ്രധാന വാതിലിൽ തന്നെ തിരിച്ചെത്തുകയും അത് വാതിലിൻ്റെ സമീപത്തോ സിറ്റൗട്ടിലോ വെക്കുകയും ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത്തരത്തിൽ ആ ഒരു പുക ഒളിച്ചുകൊണ്ട് വീടൊന്ന് ശുദ്ധിയാക്കാം. പിന്നെ ഈ കല്ലുപ്പ് കലക്കിയ വെള്ളം വീട്ടിനകത്തെല്ലാം കുടയുന്ന നല്ലതായിരിക്കും. അതുപോലെ ചെയ്യാവുന്ന മറ്റൊരു പ്രധാന റെമഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 ക്രിസ്റ്റലിൻ്റെ ഗ്ലാസ്സുകളോ ബൗളുകളോ എടുക്കാം. എന്നിട്ട് അതിനകത്ത് നിറച്ച് കല്ലുപ്പിടാം. എന്നിട്ട് ഓരോ കല്ലുപ്പ് എടുത്ത് വെച്ചിട്ട് നമ്മൾ അതിനോടൊന്ന് പ്രാർത്ഥിക്കുക. ഈ വീട്ടിൽ എന്തെങ്കിലും തരത്തിലുള്ള നെഗറ്റീവ് എനർജി ഉണ്ടെങ്കിൽ അത് പൂർണ്ണമായും ഈ കല്ലുപ്പ് വലിച്ചെടുത്ത് ഈ വീട്ടിനെ ശുദ്ധീകരിച്ച് തരണമെന്ന് പ്രാർത്ഥിക്കുക. എന്നിട്ട് വീടിൻ്റെ 4 മൂലകളിലായിട്ട് മൊത്തം വീടിൻ്റെ 4 മൂലകളായിട്ട് വീട്ടിനകത്ത് വരുന്ന റൂമിൽ അത് വെക്കുക. എന്നിട്ട് ഡെയിലി എല്ലാ ദിവസവും രാവിലെ അതൊന്ന് മാറ്റി കൊടുക്കുക. എന്നിട്ട് ഒരാഴ്ച അങ്ങനെ ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ഒരാഴ്ച ഒന്നിടവിട്ടുള്ള ദിവസങ്ങളിൽ ചെയ്യുക. പിന്നെ ആഴ്ചയിൽ ഒരു ദിവസം വെച്ച് ചെയ്യുക. ഈ നെഗറ്റീവ് എനർജികളെല്ലാം മാറി നമുക്കൊരു പോസിറ്റീവ് എനർജി വരുന്നതായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതോടൊപ്പം ചെയ്യാവുന്ന നമുക്ക് മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ, വീടിൻ്റെ ചുറ്റും വീടിനോട് ചേർന്ന് വീടിൻ്റെ ബേസ്മെൻറ്റിൽ നിന്നൊരു 5 അടി അകലം വരെയുള്ള, അതായത് നമ്മളൊരു വാസ്തുമണ്ഡലം തിരിക്കുന്ന ആ ഏരിയ കംപ്ലീറ്റ് നല്ലതുപോലെ വൃത്തിയാക്കും. അപ്പോഴത്തേക്ക് ചിലർ ചൂല്, നമ്മട്ടി, കുന്താലി ഇതൊക്കെ കൊണ്ടുവന്ന് വീടിനോട് ചാരി വെച്ചാൽ കാണാം. ചിലർ മൺചട്ടിയും പിന്നെ വിറകുമൊക്കെ അതിനകത്ത് മടലുമൊക്കെ ചാരി വെച്ചാൽ കാണാം. അപ്പോൾ ഇതെല്ലാം മാറ്റി വൃത്തിയാക്കി 4 വശം ഒന്ന് തൂത്ത് വൃത്തിയാക്കിയതിന് ശേഷം ഇത് വീടിനകവും വൃത്തിയാക്കി ഇത്തരം ചെയ്തിട്ട് അടുത്ത നിങ്ങളുടെ വീടിൻ്റെ സ്വീകരണ മുറിയുടെ വടക്ക് ഭാഗത്ത് നിങ്ങൾക്കൊരു അക്വേറിയം സെറ്റ് ചെയ്യാം. വീടിൻ്റെ സ്വീകരണ മുറിയുടെ തെക്ക് കിഴക്ക് ഭാഗത്ത് നിങ്ങൾക്കൊരു ലക്കി ബാമ്പു സെറ്റ് ചെയ്യാം. വീടിൻ്റെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് നിങ്ങൾക്ക് 6 പൈപ്പുള്ള ഒരു വിൻചയം സ്ഥാപിക്കാം. അപ്പോൾ എന്നിട്ട് വീടിൻ്റെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ഒരു റെഡ് ലൈറ്റ് സ്ഥാപിക്കും. ഇത്രയും സ്ഥാപിച്ച് കഴിയുമ്പോൾ നിങ്ങൾക്കൊരു 21 ദിവസത്തിനകത്ത് തന്നെ ഇതിൻ്റെ ഒരു ചേഞ്ച് നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത്തരത്തിൽ നിങ്ങൾ ചെയ്തു നോക്കൂ. ഉറപ്പായിട്ടും നിങ്ങളുടെ വീടിൻ്റെ നെഗറ്റീവ് എനർജി മാറാനും നിങ്ങളുടെ ജീവിതത്തിൽ നല്ലൊരു മാറ്റം ഉണ്ടാവാനും ഇതൊരു തുടക്കമാകും. നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്തു നോക്കാം. എന്തെങ്കിലും തരത്തിലുള്ള കൺസൾട്ടൻ്റ് സേവനം ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ഫെങ്ഷുയി കൺസൾട്ടൻറ്റിനെ വിളിച്ച് നിങ്ങളുടെ വീട് പരിശോധിക്കാവുന്നതാണ്. അതിൻ്റെ ഫ്ലൈയിങ് സ്റ്റാർ നമ്പറുകളും മറ്റും നോക്കി മനസ്സിലാക്കി അതനുസരിച്ച് കാര്യങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നല്ലൊരു മാറ്റം ഉണ്ടാവാനായിട്ട് അത് സാധിക്കും. എല്ലാ ഐശ്വര്യങ്ങളും നിങ്ങൾക്കുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിർത്തുന്നു. നന്ദി, നമസ്കാരം.